ഹായ്, SP ഉള്ളതാണ്. രാവിലെ മോർണിംഗ് വാക്കിലാണ്. ആ മോർണിംഗ് വാക്കിന് സാധാരണഗതിയായിട്ട് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് വരാറുള്ളത്. അപ്പോൾ ഇന്ന് വന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുകയാണ്. ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനവധി പേർ രാവിലെ, അതായത് പുലർച്ചെ മുതൽ ഒരു 5:45 മുതൽ 7, 8, 9 മണി വരെ ഇവിടെ തുടർച്ചയായിട്ട് നടക്കാനായിട്ട് നിരവധി പേർ വരാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരണം. കാര്യം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിൽ വന്നതിന് ശേഷം തെരുവ് നായ നിർമ്മാർജ്ജനം നടത്തി കഴിഞ്ഞു എന്നാണ് അവകാശവാദം. അവർ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി എല്ലാവരെയും പിടിച്ച് പലതരത്തിലുള്ള സെൻറ്ററുകളിലേക്ക് മാറ്റിയെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ദൃശ്യം അങ്ങോട്ട് നോക്കിയാൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഈ നായ്ക്കൾ, നേരത്തെ ഇത്രയും നായ്ക്കളെ ഇവിടെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ തെരുവ് നായ്ക്കളെയൊക്കെ പിടിച്ച് തിരുവനന്തപുരം നഗരസഭ ഇവിടെ എങ്ങാനും കൊണ്ടുവന്ന് കളഞ്ഞു എന്നറിയില്ല. പക്ഷേ ആ തെരുവ് നായകളുടെ ഒരു കൂട്ടം അങ്ങോട്ട് നോക്കി. ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ രാവിലെ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഈ തെരുവ് നായകൾ അപകടകാരികളാണോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഉൾപ്പെടെ, കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ സാറ്റർഡേ സൺഡേയും സ്കേറ്റിങ്ങിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ തിയേറ്റർ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ സംബന്ധിക്കുന്നിടത്തോളം. അതിനോടൊപ്പം അതിനകത്ത് തന്നെ ഒരു IT സ്ഥാപനം, ഇക്കോഫിസ്, അങ്ങനെ ഒരു IT സ്ഥാപനം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അകത്ത് കുട്ടികളുടെ സ്വിമ്മിംഗ് പരിശീലനമുണ്ട്, ഷട്ടിൽ ബാറ്റിൻ്റെ പരിശീലനമുണ്ട്. അങ്ങനെ അനവധി പേർ തിയേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പേർ വരുന്നൊരിടമാണ് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അപ്പോൾ അവിടുത്തെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. ഇത്രയും തെരുവ് നായ്ക്കൾ ഒരിടത്ത് തമ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കടിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആർക്കായിരുന്നാലും എല്ലാവർക്കും നായയായിട്ടൊന്നും വലിയ അടുപ്പമുള്ളവരുണ്ടാകില്ല. അപ്പോൾ ഇത്തരം സ്ട്രേ ഡോഗ്സിനെയൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ, ഇങ്ങനെയുള്ള പുറകെ കാണാൻ പറ്റുന്ന ഈ ഫുട്പാത്തിലൂടെ നടക്കാൻ വരുന്ന സന്ദർഭത്തിൽ കാണുമ്പോൾ കുട്ടികളായിരുന്നാലും സ്ത്രീകളായിരുന്നാലും ഭയപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ പറയുന്ന വാചകങ്ങൾക്കപ്പുറം റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ആ കൂട്ടം നായ്ക്കളെ ഒന്ന് നോക്കിയേ. കണ്ടല്ലോ, ഒന്നും രണ്ടും അല്ല, 6-7 നായ്ക്കൾ കൂട്ടത്തോടെ വിഹരിക്കുന്ന ഒരു സാഹചര്യം. ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സന്ദർഭത്തിൽ ആരെങ്കിലും ഒരാളെ അതിക്രമിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ കാര്യവട്ടം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റാകെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന വലിയ കാടുകൾ പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ പതുങ്ങി കിടക്കുമായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നഗരത്തിൽ നിന്ന് പിടിച്ച നായ്ക്കളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ഇത് കണ്ടപ്പോൾ തോന്നാതിരുന്നില്ല. കാര്യം നേരത്തെ ഒന്നും ഇത്രയും തെരുവ് നായ്ക്കളെ ഈ പരിസരത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ കണ്ടപ്പോൾ അത് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തണം തോന്നി. ഇത്തരം നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. കാര്യം പൊതുജനങ്ങൾ രാവിലെ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ സുരക്ഷിതമായിരിക്കണം. അങ്ങനെയുള്ളൊരിടത്ത് ഇത്രയും തെരുവ് നായ്ക്കളൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അപകടകാരിയാണോ ഇല്ലയോ എന്നുള്ളത്, ഏതെങ്കിലും ഒരാളെ ആക്രമിച്ചതിന് ശേഷം നമ്മൾ അതിനെ സംബന്ധിച്ച് പരിതപിച്ചിട്ടോ ചർച്ചകൾ നടത്തിയിട്ടോ കാര്യമില്ലല്ലോ. അതുകൊണ്ട് നഗരസഭാ അധികൃതർ ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതിലൊരു ഇടപെടൽ നടത്തണമെന്നുള്ളത് കൊണ്ടാണ് ഇത് കാട്ടിത്തന്നത്. ഒരുപാട് പേരുടെ ഒരാവശ്യമായിരിക്കും. അത് കണ്ടപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിയതായിട്ട് കരുതിയാൽ മതി. അപ്പോൾ കാര്യവട്ടത്തെ ഇതൊരു വളരെ പ്രശ്നമാണ്. അതിൽ ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.